ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ? ഈ ഒരു വീഡിയോ കാണാൻ തന്നെ നിങ്ങളിൽ പല ആളുകളും ഗൂഗിളിൻ്റെ സഹായം തേടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഗൂഗിളിനുള്ളിൽ ഗൂഗിൾ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? അതെ, ഗൂഗിൾ പോലും പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ സെർച്ച് ലിസ്റ്റിൽ നിന്നും ഗൂഗിൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതോ അല്ലെങ്കിൽ ക്രൈമുകൾ നടക്കുന്നതോ അതോടൊപ്പം തന്നെ ഡാർക്ക് വെബ് പോലെയുള്ള ഹൊറർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന വെബ്സൈറ്റുകളൊന്നുമല്ല ഇവ. പക്ഷേ ഹ്യൂമൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ ഡിസ്റ്റർബ് ചെയ്യിക്കാനായിട്ട് സാധ്യതയുള്ള ഒരുപാട് എലമെന്റ്സ് അടങ്ങുന്ന ഒരുപാട് വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ഗൂഗിൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇത്തരത്തിൽ ഗൂഗിൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം വീഡിയോയുടെ അവസാനം നമ്മളൊരു സ്പെഷ്യൽ വെബ്സൈറ്റ് കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളെയും ക്യൂരിയസ് ആക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വെബ്സൈറ്റ് ആണത്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ദി അഗ്ലി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഈ ഒരു വെബ്സൈറ്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അല്ലേ? അതെ, അഗ്ലി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1999 ഒരു ബ്രോക്കൺ വെബ്സൈറ്റ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ക്ലാഷ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കൂടാതെ വളരെയധികം റാൻഡം ആയിട്ടുള്ള ഇമേജസ് റൺ ചെയ്ത് പോകുന്നതായിട്ടും അതോടൊപ്പം തന്നെ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിയേർഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളും അത്തരത്തിൽ വളരെയധികം നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ സാധ്യതയുള്ള എല്ലാവിധ എലിമെന്റ്സും അടങ്ങുന്ന ഒരു വെബ്സൈറ്റ് എന്ന് തന്നെ ഈ പറയുന്ന അഗ്ലി വെബ്സൈറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. ഈ ഒരു വെബ്സൈറ്റിനുള്ളിലെ ഫോണ്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്ന രീതിയിലൊന്നുമല്ല അതിനുള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതാണ്. കാരണം അത്രയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈക്കോളജിസ്റ്റ് പറയുന്ന പ്രകാരം ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് എത്ര നേരം അല്ലെങ്കിൽ ഒരു മനുഷ്യന് എത്ര നേരം അസ്വസ്ഥനായിട്ട് ഇരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ശക്തമായ രീതിയിലുള്ള തലവേദനയും അതോടൊപ്പം തന്നെ വളരെയധികം ദേഷ്യം തോന്നുകയും ഫോൺ എടുത്ത് എറിയാനായിട്ട് തോന്നി എന്നൊക്കെയുള്ള രീതിയിലുള്ള റിവ്യൂസ് ആണ് ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ കയറിയ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകളിൽ മെന്റൽ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് വഴി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആളുകൾക്ക് എത്ര നേരം അസ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു വെബ്സൈറ്റ് യൂസർ എക്സ്പീരിയൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സ് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തുന്നതിനായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗൂഗിൾ ഈ ഒരു ആപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനുള്ളിൽ ഒരുപാട് മനുഷ്യന് ഹാംഫുൾ ആയിട്ടുള്ള ഒരു വിധത്തിലുള്ള കണ്ടൻസും ഇല്ല. ഒരിക്കലും ഹൊററോ ഗോറോ ആയിട്ടുള്ള വളരെയധികം നമ്മളെ തളർത്തിക്കളയുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കണ്ടൻസും അടങ്ങുന്ന ഒരു വെബ്സൈറ്റ് അല്ല. പക്ഷേ മെൻ്റലി ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യിക്കാനും അല്ലെങ്കിൽ മെൻ്റലി ഒരാളെ വളരെയധികം ഡിസ്കംഫോർട്ട് ഉണ്ടാക്കാനും കഴിയുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ അവൈലബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വെബ്സൈറ്റിനുള്ളിലേക്ക് സെർച്ച് ചെയ്ത് കയറാൻ പറ്റാത്തത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ കാണുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും. നോർമലായിട്ടുള്ള ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് നോർമലായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇതിനുള്ളിൽ ഇത്രയധികം അപകടകാരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്രയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തീം ഇതിനകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡുകളിലും നിങ്ങൾ ഇതിനകത്ത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ മനുഷ്യരുടെ രൂപമായിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരൊന്നും ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മനുഷ്യരല്ല. കേവലം
AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ രൂപമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിനുള്ളിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ ഡേഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് അവൻ്റെ മുഖഭാവത്തിലൂടെയും അല്ലെങ്കിൽ അവൻ്റെ മുഖം നമ്മുടെ ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മൂലമൊക്കെ ആയിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസും ലോകത്തിൽ ഇല്ലാത്ത മനുഷ്യരുടെ രൂപവും ഒക്കെ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാവിയിൽ നിങ്ങളുടെ ബ്രെയിനിന് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഫേക്ക് എന്നതിനെ പറ്റിയിട്ട് തിരിച്ചറിയാനായിട്ടുള്ള വീക്ക്നെസ് വളരെയധികം കുറയും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗൂഗിൾ ഈ ഒരു വെബ്സൈറ്റിനെയും പ്രൊമോട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനെ നിങ്ങൾക്ക് സെർച്ച് ലിസ്റ്റിൽ പെട്ടെന്ന് കാണാനായിട്ട് കഴിയാത്തത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഡെത്ത് ക്ലോക്ക് അല്ലെങ്കിൽ ലൈഫ് കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഈ പറഞ്ഞ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഈ പറയുന്ന ഡെത്ത് ക്ലോക്ക് അല്ലെങ്കിൽ ലൈഫ് കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇതിനെ പറ്റിയിട്ട് നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കാം. കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. നിങ്ങൾ ഡെത്ത് ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് ഹാബിറ്റ്സ്, നിങ്ങളുടെ സ്ലീപ്പ് ടൈം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, നിങ്ങളുടെ ഏജ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിനുള്ളിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അതിനുള്ളിൽ എൻ്റർ ചെയ്ത അടുത്ത സെക്കൻഡിൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾ മരിക്കാൻ ബാക്കിയുള്ള സമയമായിരിക്കും. മരിക്കാൻ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എത്ര വർഷം, എത്ര മാസം, എത്ര മിനിറ്റുകൾ, എത്ര ദിവസം, എത്ര സെക്കൻഡുകൾ കൂടി നിങ്ങൾക്കിനി ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു കൗണ്ട് ഡൗൺ പോലെ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു കാര്യം പല ആളുകളെയും മെൻ്റലി ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെയധികം പാനിക് അറ്റാക്കുകൾ ഒരുപാട് ആളുകളിൽ ഉണ്ടാക്കുകയും ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് മൂലമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയധികം ഡിസ്റ്റർബിംഗ് ആയിട്ട് അറിയപ്പെടുന്നത്. പല ആളുകളും പഠനങ്ങളിൽ നിന്ന് തെളിയിച്ചിട്ടുള്ളത്, പല ആളുകളും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ ലൈഫ് ഹാബിറ്റ്സുകൾ ചേഞ്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഭയത്തോട് കൂടിയിട്ട് തുടർന്ന് ജീവിക്കാനും ആരംഭിച്ചു എന്നുള്ളതൊക്കെയാണ്. സയന്റിസ്റ്റുകളുടെ പഠനപ്രകാരം ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേവലം മനുഷ്യനെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. എന്നാൽ ഈ ഒരു വെബ്സൈറ്റിനുള്ളിൽ കയറുന്ന ആളുകൾക്ക് വളരെയധികം ആൻസൈറ്റിയും ഡിപ്രഷനും വളരെയധികം ഭയവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് അവർക്ക് വളരെയധികം ആശങ്ക ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ഡിസ്കംഫോർട്ടിലേക്ക് നയിക്കുന്ന ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പ്രൊമോട്ട് ചെയ്യാത്തത്. ഗൂഗിൾ മറച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റുകളൊന്നും ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെയധികം മനുഷ്യനെ ഡേഞ്ചറസ് ആക്കുന്ന വെബ്സൈറ്റുകളോ ഒന്നുമല്ല. പക്ഷേ മെൻ്റലി നിങ്ങളെ ഹോണ്ട് ചെയ്യാനും ഡിസ്റ്റർബ് ചെയ്യാനും സാധ്യതയുള്ള വെബ്സൈറ്റുകളാണ് നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ. സോ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള വെബ്സൈറ്റുകൾ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കൂടാതെ ഒരുപാട് വെബ്സൈറ്റുകൾ ഇത്തരത്തിലുള്ളത് ഗൂഗിളിനുള്ളിലുണ്ട്. സോ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ മറ്റൊരു വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.